നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൾക്ക് ഒരുപാട് അവസരം ഞാൻ കൊടുത്തതാ ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട്. ഇത് അവളായിട്ട് ഇരന്ന് വാങ്ങിയതാ. ഇനി എന്റെ മഹേട്ടന്റെ ജീവിതത്തില് ഒരു കരടായി അവൾ ഉണ്ടാവില്ല. അത് മതി. നമ്മളോട് കളിച്ചാ എന്താകും ഫലമെന്ന് അവള് ശരിക്കും അറിയട്ടെ. കൊൽക്കത്തയിലോ ബോംബെയിലോ ഏതെങ്കിലും തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് തീരട്ടെ അവളുടെ ജന്മം. ഇത് ഗംഗയ്ക്കുള്ളതാ. ദേവയാനി, ഇതൊക്കെ ഗംഗയ്ക്ക് വിവാഹത്തിനുള്ള ആഭരണങ്ങളാ. പിടിക്കേ. എന്റെ കുഞ്ഞിന് വിവാഹത്തിനണിയാൻ ഒരു തരി പൊന്നില്ല എന്നുള്ള സങ്കടത്തിലിരിക്കായിരുന്നു ഞാൻ. ജാനകിയമ്മ എന്തിനു വെറുതെ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്? ഗംഗ കൈലാസത്തിലെ കുട്ടി തന്നെയാ. ഈ വീടിന്റെ അന്തസ്സിന് യോജിക്കുന്ന രീതിയിൽ മാത്രമേ അവളുടെ വിവാഹം നടക്കൂ. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? നന്ദി വാക്കിലല്ല, പ്രവൃത്തിയിലല്ലേ കാണിക്കേണ്ടത്. അത് വർഷങ്ങളായി നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോഴും മാളുവിന് വേണ്ടിയല്ലേ ഗംഗ സ്വന്തം വീട് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത്? അതൊക്കെ ഞങ്ങൾ മറന്നു കരുതിയോ? ഇതൊക്കെ ഞാൻ മുമ്പേ തന്നെ ഗംഗയ്ക്ക് കരുതി വെച്ചതാ, എന്റെ വിവാഹ സമ്മാനം. എന്റെ കുഞ്ഞിന് അച്ഛനും അമ്മയും ഇല്ലല്ലോ എന്ന് കരുതി വേദനിച്ചതാ ഞാൻ അല്പം മുൻപ്. പക്ഷേ ഒരമ്മയുടെ കരുതലോടെ ദേവയാനി ഇത് ചെയ്തപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ദേഷ്യം വരുമ്പോ പലപ്പോഴും ഞാൻ ഗംഗയെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും സ്നേഹക്കുറവുകൊണ്ടല്ല, ഇവളോട് എനിക്ക് അവകാശമുള്ളോണ്ട് തന്നെയാ. ദേവയാനിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമോളെ. ഹാ, അതൊക്കെ ഇപ്പൊ എന്തിനാ? പിന്നെ എന്റെ അനുഗ്രഹം എപ്പോഴും ഗംഗയ്ക്കുണ്ടാവും. സന്തോഷമുള്ളൊരു ജീവിതം നിനക്ക് കിട്ടും. നകുലൻ നല്ലവനാ. ആ ഒരു പ്രാർത്ഥന എനിക്കുള്ളൂ. എന്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം ഉണ്ടാകണം. എല്ലാം ജാനകിയമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ നടക്കും. ഇനി യാതൊരുവിധ ടെൻഷനും വേണ്ട, സമാധാനായിട്ടിരുന്നോളൂ. എന്തു വന്നാലും ഞാൻ ഈ വിവാഹം ഭംഗിയായിട്ട് തന്നെ നടത്തും. ഇത് നിനക്കുള്ളതാ. നിന്റെ ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ ദേവയാനിക്ക് തോന്നിയത്. ഇതൊക്കെ വേണോ മുത്തശ്ശി? വേണം മോളെ. ഒരു കുറവും ഇല്ലാതെ വേണം നീ വിവാഹ പന്തലിൽ കയറാൻ. ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്ക. സത്യം പറഞ്ഞ ഇപ്പഴാ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എല്ലാം ശ്രീ മഹേശ്വരന്റെ അനുഗ്രഹം. നീ ഇവിടെ വന്നിരിക്കായിരുന്നു. അച്ഛൻ എവിടെയൊക്കെ അന്വേഷിച്ചു? മാളു എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഗംഗ പോയ പിന്നെ ഞാൻ എന്നും ഇവിടെ ഒറ്റയ്ക്കാവില്ലേ അച്ഛാ?
അച്ഛന് ജോലി തിരക്കുണ്ടാവില്ലേ? എനിക്ക് മാത്രം ആരും ഉണ്ടാവില്ല. മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഈ കല്യാണം മുടക്കാന്ന് അച്ഛൻ എനിക്ക് വാക്ക് തന്നല്ലേ. എന്നിട്ടിപ്പോ ഇന്ന് നിശ്ചയം നടക്കാൻ പോകുന്നത് കണ്ടില്ലേ? ആ, ഇതിപ്പോ നിശ്ചയല്ലേ മോളെ നടക്കുന്നേ. കല്യാണം നടക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാന്ന്? ഇങ്ങനെ തന്നെ നിശ്ചയം മുടക്കാൻ നമ്മൾ കരുതിയതല്ലേ. അയാൾ കള്ളനാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ആ, അതേ മോളെ, അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് നമ്മൾ എല്ലാവരോടും പറഞ്ഞു നോക്കിയതല്ലേ. പക്ഷേ നമുക്കത് തെളിയിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ പറയുന്ന നുണയാണെന്ന് എല്ലാരും കരുതിയല്ലേ. മോളെ, അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് നമ്മൾ എങ്ങനെയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ മറികടക്കണമെന്ന് അയാൾ തയ്യാറെടുത്തിരുന്നു. അതുകൊണ്ടാ മുത്തശ്ശി പോലും അയാളെ വിശ്വസിച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ അയാൾ കല്യാണം കഴിക്കണ്ട, അയാൾ ക്രിമിനലാ. മഹേട്ടന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ ആരും അനുഗ്രഹിക്കില്ല. ഗംഗ പോണ്ട, ഗംഗ കല്യാണം കഴിക്കണ്ട. ഗംഗ ഇവിടെ വേണം. ആളു, നീ വെറുതെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കരുത്. മഹി ഗംഗയെ കല്യാണം കഴിച്ച ഗംഗ എവിടെന്ന് പോയില്ലല്ലോ. മഹേട്ട, എനിക്ക് ഗംഗേ, നീ എന്താ താഴേക്ക് വരാത്തെ? ഞാൻ മഹേട്ടന്റെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നതാ. എന്നാ വേഗം വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.